സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കയൻ വൈദ്യൻ, മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ, ഈ പുരുഷ സുഹൃത്തുക്കൾക്ക് ഈ സെക്ഷുവൽ ആക്ടിവിറ്റീസ് വളരെയധികം കുറഞ്ഞ ആളുകൾ എന്നെ നിരവധി തവണ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. നിലവിൽ അവരൊക്കെ മുക്കൂറ്റി രസായന, കായസേവം, ഹസ്തികർണപൂർണ്ണ രസായന തുടങ്ങിയിട്ടുള്ള ചിലതരം മരുന്നുകൾ കഴിച്ചിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ പല ആളുകൾക്കെങ്കിലും അന്ധമായൊരു വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഞരമ്പ് സംബന്ധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രശ്നമാണോ എന്ന്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഒന്നാമത്, നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ആളാണോ? 2, നിങ്ങൾ ഏതെങ്കിലും ആൻറ്റി ഡിപ്രസൻറ്റീവിറ്റി ആയിട്ടുള്ള ഏതെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആളാണോ? 3, നിങ്ങൾ പ്രഷറിന് മരുന്നെടുക്കുന്ന ആളാണോ? 4, നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ഡയബറ്റിക്കായ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഡയബറ്റിക്കിന് സ്ഥിരമായി മരുന്നെടുക്കുന്ന ആളാണോ? അടുത്തത്, നിങ്ങളൊരു കിഡ്നി പേഷ്യൻ്റ് ആണോ എന്നുള്ളതാണ്. എല്ലാത്തിനുപരി കൊളസ്ട്രോളിനും അല്ലെങ്കിൽ നമ്മൾ മറ്റ് ചില സർജറികൾ കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ ഹൃദയ സംബന്ധമായ സർജറികൾ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യുന്നവരാണോ? എന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെക്ഷുവലായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നിടത്ത് നിങ്ങളുടെ ശരീരം നിൽക്കാതെ വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി എന്ന് നിങ്ങൾ പലപ്പോഴായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ അതിനുവേണ്ടി ഒരു വീഡിയോ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഈ മുതിരയും എള്ളും പാലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബീജവർദ്ധകമാണ്, ധാരാളം ധാതുപുഷ്ടി ഉണ്ടാക്കുന്നതൊന്നാണ്. ഈ സമയം നിങ്ങൾ അത്തരം ചില നുറുങ്ങ് വിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സെക്ഷുവൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷനുകൾ നിറവേറ്റാൻ പറ്റും. പിന്നെ ചില വീഡിയോസുകൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരും. അതായത് ഇന്നത് കഴിച്ചാൽ എന്നത് കഴിച്ചിരുന്നാൽ അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വരാറുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്കും എനിക്കും ഒക്കെ തലച്ചോറിൽ നമ്മുടെ ഈ ഭാഗത്ത് ഹൈപ്പോ തലാമസ് എന്നൊരു ചെറിയ 10 ഗ്രാം വലിപ്പമുള്ളൊരു പാർട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് മുതൽ സെക്സ് ഡ്രൈവ്, അതായത് സെക്സ് ചെയ്യാൻ തോന്നിപ്പിക്കുക, ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ഏത് തരം വികാരശോണിപങ്ങളെയും നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഏക ഒരു പാർട്ടാണ് ഈ ഹൈപ്പോ തലാമസിലെ ഒരു ചെറിയ പാർട്ട്, സെക്സ് ഡ്രൈവ്. ഈ സെക്സ് ഡ്രൈവ് എങ്ങനെയാണ് തകരാറിലാകുന്നത്? 1, നിങ്ങൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ. 2, നിങ്ങൾ മാനസിക രോഗങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന മരുന്നുകൾ, ഇല്ലെങ്കിൽ നിങ്ങൾ നിരന്തരമായ മദ്യസേവ, പുകവലി അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള നാർക്കോട്ടിക് ഐറ്റംസ്, അല്ലെങ്കിൽ ഒരുപാട് വിവിധ തരത്തിലുള്ള നാർക്കോട്ടിക്സ് കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇത്തരം ഐറ്റംസുകളുടെ ഉപയോഗങ്ങൾ, ഇതൊക്കെ കാരണവും. അല്ലെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോൾ അമിതമാണ്, നിങ്ങൾ അതിനുവേണ്ടി കഴിക്കുന്ന മരുന്നുകളും ഹൃദയ സംബന്ധമായ തകരാറുകളും നിങ്ങളുടെ ഡ്രൈവിനെ ഡാമേജ് ആക്കും. സെക്സ് ഡ്രൈവ് ഡാമേജ് ആയാൽ നിങ്ങളുടെ മനസ്സിനകത്ത് നല്ല ചിന്തയുണ്ടാവും, ഫീലിങ്സ് ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ സെക്സ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ പോകണം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങൾക്കതിന് കഴിയാതെ വരും. കാരണം നിങ്ങളുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നെർവുകളെ നിയന്ത്രിക്കുന്ന ഹൈപ്പോ തലാമസ് പ്രവർത്തനക്ഷമം ആയിരിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ അമിതമായി വേർത്ത് നടക്കുന്ന ആളാണോ? ഇല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, വേർക്കാത്ത ആളാണോ? നമുക്ക് വേർപ്പ് വ്യക്തമായ ഒരു ശരീരത്തിലൊരു നിലയുണ്ട്. ശരീരത്തിൻ്റെ രക്തം ചൂട് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഹൈപ്പോ തലാമസിൽ കൂടെ ഒഴുകുമ്പോൾ ഹൈപ്പോ തലാമസിലെ സിഗ്നൽസുകൾ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയെ നിയന്ത്രിക്കും. താപനില നിയന്ത്രിക്കാൻ വേണ്ടി ശരീരം പെട്ടെന്ന് തന്നെ വേർക്കുകയും കൂടുതൽ വേർത്തു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തം തണുക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ. ഈ ഒരു സാഹചര്യത്തിൽ ഹൈപ്പോ തലാമസ് ഡാമേജ് ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. ശരീരത്തിൽ അങ്ങനെ ധാരാളം ടോക്സിനുകൾ അടിഞ്ഞുകൂടും. ഈ ഒരു ടോക്സിനുകൾ കാരണം പൂർണ്ണമായിട്ടും മനുഷ്യ ശരീരത്തിനെ ഒരു മാലിന്യ കൂമ്പാരമാറ്റി മാറ്റുമ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്സിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വ്യക്തമായ ഒരുപാട് മെഡിസിനുകൾ ഇന്ന് അലോപ്പതിക്കും ആയുർവേദിക്കുമായിട്ടൊക്കെ നിലവിലുണ്ടെങ്കിൽ തന്നെയും ശരിക്കും കാര്യമറിയാതെയാണ് പല മരുന്നുകളും ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം നമ്മുടെ ആരോഗ്യം നിയന്ത്രിക്കാൻ കൃത്യമായ ഡയറ്റ്. നിങ്ങളൊരു ലിവർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഫാറ്റ് 1, 2, 3
1-2 ഗ്രേഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായ ഡയറ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സെക്സ് ഡ്രൈവ് മാത്രമല്ല നിങ്ങളുടെ പെനിസും കൂടെ ഡാമേജ് ആകും. കാരണം പെനിസിൻ്റെ സൈസും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവും ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും. ഇത് പറയുകയാണെങ്കിൽ ഒരു 100,000 ചാപ്റ്റർ വേണ്ടി വരും. എന്നിരുന്നാലും എന്നെ വിളിക്കുന്ന ആളുകളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് മനസ്സിലാക്കുക. ഡയബറ്റീസ്, ന്യൂറോപ്പതി, കാല്, കൈ ഒക്കെ നമുക്ക് സാധാരണ രീതിയിൽ ഡയബറ്റിക് ന്യൂറോപ്പതി വന്നാൽ പരവും പെരുപ്പും ഉളുക്കുമൊക്കെ തോന്നാറുണ്ട്. എന്നാൽ ഉളുക്ക് തോന്നുന്നത് ചിലപ്പോൾ എല്ലാ ന്യൂറോപ്പതിക്കൽ ഇഷ്യൂസും കൊണ്ടായിരിക്കില്ല, കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടും ചിലപ്പോൾ ഇത് സംഭവിക്കാം. സോ ഇങ്ങനെ നിരവധി തരത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് സ്വാഭാവികമായ രീതിയിൽ ഹൈപ്പോതലാമസ് എറർ വരിക എന്നുള്ളതെങ്കിൽ ഡ്രൈവിന്, സെക്സ് ഡ്രൈവ് എന്നൊരു സാധനം തന്നെയുണ്ട്. ഇതിന് എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്ഷുവലായിട്ടുള്ള എല്ലാത്തരം കമ്മ്യൂണിക്കേഷനും നഷ്ടപ്പെടും. പിന്നെ സ്ട്രെസ്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നുള്ള പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ, ഇത്തരം പിരിമുറുക്കങ്ങൾ കാരണം നിങ്ങളുടെ സെക്സ് ഡ്രൈവിനെ ഡാമേജ് ഉണ്ടാക്കാം. ഒരുപാട് തരം മരുന്നുകളുണ്ട്. എങ്കിലും അതിനൊക്കെ കൂടുതൽ കൗൺസിലിങ്ങുകളും ഇല്ലെങ്കിൽ കൂടുതൽ സമാധാന മെഡിസിൻസുകളും റിലാക്സേഷൻ മെഡിസിനുകളും മാത്രമേ കഴിക്കാവൂ. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു നാർക്കോട്ടിക്സ് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക്സ് മെഡിസിൻസ് ഏതെങ്കിലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സെക്സ് ഡ്രൈവ് ആജീവനാന്ത കാലം ചിലപ്പോൾ നഷ്ടപ്പെടാം. ഇത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം മെൻസിൻ്റെ, ആണുങ്ങളുടെ കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് വുമൻസിൻ്റെ കാര്യങ്ങളും. ചില വുമൻസിന് മെനപ്പോസ്, അതായത് ഈ പറഞ്ഞ പീരീഡ്സ് നിൽക്കാറായി വരുന്ന സമയത്തിന് ഉണ്ടാകുന്ന ശാരീരികമായ ചില വ്യത്യാസങ്ങൾ അവരുടെ സെക്സ് ഡ്രൈവിനെ ബാധിക്കാം. അത്തരം ആളുകളും ഈ പറഞ്ഞ മാതിരിയുള്ള അനുകൂലം അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള വിരക്തി, മാറിക്കിടക്കുക, അല്ലെങ്കിൽ അവിടം വിട്ട് മാറിപ്പോവുക, വീട്ടുകാരെടുത്ത് പോയി നിൽക്കുക, നാട് വിട്ടു പോവുക, ദേശാടനത്തിന് പോവുക, സഞ്ചരിക്കുക, അമ്പലത്തിൽ പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരാം. ഈ സമയത്തും നിങ്ങളത് പരസ്പരം മനസ്സിലാക്കിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇനി എന്തൊക്കെ മരുന്നുകളാണുള്ളത്? ആയുർവേദത്തിൽ, മൺവീട്ടിൽ ആയുർവേദിക് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മുക്കൂറ്റി രസായന, കായസേവം, ഹസ്തികർണ പോലുള്ള എല്ലാത്തരം മരുന്നുകളും നമുക്കതിന് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ സ്പെഷ്യൽ ചെയ്തിരിക്കുന്ന, ഇപ്പോൾ കാർഡിയോ പേഷ്യൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിറഞ്ഞ ഫാറ്റ് ലിവർ 2 ഗ്രേഡിന് മേലുള്ളവരാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷം മെഡിസിൻ എടുക്കുക. പിന്നെ ചില ആളുകളും പറയുന്നുണ്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷന് ശേഷം ചിലർക്കൊക്കെ ഇത് സംഭവിക്കുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ ഒരു പരിധി വരെ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ സെക്സ് ഡ്രൈവ് ഡാമേജ് ആയിട്ട് കണ്ടിട്ടില്ല. കൂടുതലും നമുക്ക് ഡയബറ്റീസിനെ അല്ലെങ്കിൽ അത് മുഖാന്തരമുള്ള ആൾക്കാർ ആക്സിഡൻ്റലി പെട്ടുപോകുന്നവരൊക്കെയുണ്ട്. എന്നിരുന്നാലും ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്യാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, മൺവീട്ടിൽ ആയുർവേദിക് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കസ്റ്റമർ കെയർ നമ്പർ കിട്ടും. നിങ്ങൾ അതിലേക്കൊരു മെസ്സേജ് അയച്ചിടുക, നിങ്ങളുടെ അഡ്രസ്സും പേരും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിടുക. മെസ്സേജ് തീർച്ചയായിട്ടും ഞങ്ങൾ കാണും, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദിയും സ്നേഹവും.